അമേസിങ്. അപ്പോൾ 2025 അവസാന മാസങ്ങളിൽ ഇറങ്ങിയ മലയാള സിനിമ മൊത്തം പിടിച്ചു കുലുക്കാൻ പോവാണ്. ഒരു വലിയ സ്റ്റാർ കാസ്റ്റോ വാല്യൂ ഒന്നുമില്ല, പക്ഷേ ആ ഒരു ക്വാളിറ്റിയുള്ള സിനിമ ഫ്രം ദ മേക്കേഴ്സ് ഓഫ് കിഷ്കിന്ദ കാണ്ഡം ഇതാ വരുന്ന സിനിമ എക്കോ ഫ്രം ദ ഇൻഫിനിറ്റ് ക്രോണിക്കിൾസ് ഓഫ് കുര്യച്ചൻ. അതിൻ്റെ കാസ്റ്റും ക്രൂ അടിപൊളിയായിരുന്നു. പെർഫോമൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ സന്ദീപ് ഒരു യുവതാരം എന്ന നിലയിൽ ശ്രദ്ധിച്ചപ്പെട്ട് ഇതിനു മുന്നുള്ള പടത്തിൻ്റെ തന്നെ പടക്കളം എന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ. അപ്പോൾ അതൊന്നും ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റോളാണ്. പിന്നെ നമുക്ക് നമ്മുടെ പഴയ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്, വിനീത് അതേപോലെ നരേൻ എന്നിവരെയൊക്കെ അടിപൊളി പെർഫോമൻസ് കണ്ടു. കാണ്ഡത്തിൻ്റെ ആ ഒരു സിനിമാറ്റോഗ്രഫി നിങ്ങൾ കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെ നമ്മുടെ മലയാള സിനിമയ്ക്ക് മറ്റൊരു മുഖം, അതാണ് എക്കോ. ചെറിയൊരു ത്രെഡ് എന്നാണ് ഈ ഒരു പടം മൊത്തത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഒരു 2-2.5 മണിക്കൂറാണ് ഇതിൻ്റെ ഡ്യൂറേഷൻ. നമുക്ക് ഒട്ടും ബോറടിപ്പിക്കാതെ തന്നെ ഇരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക.